ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാസ്റ്റ് വീക്ക് നമ്മൾ നമ്മൾ ഈ കാണുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയിൽ നമുക്ക് മുൻകൂട്ടി നിഫ്റ്റിയിൽ ഉണ്ടാവുന്ന ഇതേപോലത്തുള്ള ഫോളുകളും അതേപോലെ നിഫ്റ്റിയിൽ ഉണ്ടാവുന്ന നല്ല അപ് ട്രെൻഡുകളും മുൻകൂട്ടി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടൂളിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ടൂളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്ന ഒരു ഡൗട്ടാണ്, അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ കുറേ അതിനകത്ത് മാർക്കറ്റ് എക്സ്പെൻസീവ് ആകുമ്പോൾ ഒരു റെഡ് സോണും യെല്ലോ സോണും, ആ വീഡിയോ കാണാത്തവർ കാണുക കേട്ടോ. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക. അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ. നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഉപകാരപ്പെടും. ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് നമ്മളെ ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സെക്ഷൻസിലേക്ക് പോവുക. ഇൻഡിക്കേറ്റർ എന്ന സെക്ഷനിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ വരും. അവിടെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് സെർച്ച് ചെയ്യുക. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതെവിടെ കാണാം, റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ്, പലർക്കും വന്ന ഡൗട്ടാണ്, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന പേരിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതൊന്നും സെലക്ട് ചെയ്യരുത്. ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. ഇവിടെ ഒരു പബ്ലിഷറിൻ്റെ പേരുണ്ടാവില്ല. അതാണ് ഈ സൈഡിൽ കണ്ടോ. ബാക്കി എല്ലാത്തിലും ഇവിടെ ഒരു പബ്ലിഷേഴ്സിൻ്റെ പേരുണ്ടോ, അത് പബ്ലിഷ് ചെയ്ത ആളുടെ. ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ അവരുടെ തന്നെ ഇൻഡിക്കേറ്ററാണ്. സോ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ വേറെ നെയിമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ ടൂൾ സെലക്ട് ചെയ്യുക, ഇവിടെ സ്റ്റാർ ചെയ്യുക, എന്നിട്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ ഇത് ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ആൾറെഡി സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് അഡീഷണൽ ഇതിൽ ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഈ ROC താഴോട്ട് വരുമ്പോൾ അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ROC എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അവിടെ നമ്മൾ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കണ്ടോ, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ടാബ് നമുക്ക് ഓപ്പണായി വരും. അവിടെ നമ്മൾ നേരെ സ്റ്റൈൽ ഇൻപുട്ടിലേക്ക് പോവുക കേട്ടോ. ഇൻപുട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പോവാം. ഇൻപുട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലെങ്ത് കണ്ടോ, ലെങ്ത് എന്നുള്ളത് 24 കൊടുക്കുക കേട്ടോ. 24. ഓക്കെ, ലെങ്ത് എന്നുള്ളത് 24 കൊടുക്കുക. ടൈം ഫ്രെയിം കണ്ടോ, ടൈം ഫ്രെയിം എന്ന് പറയുന്നത് മന്ത്ലി കൊടുക്കുക. ഓക്കെ, 1 മന്ത്. ഇവിടെ നമുക്ക് ടൈം ഫ്രെയിം, പല ടൈം ഫ്രെയിംസ് ഉണ്ടാവും കണ്ടോ, ഒരുപാട് ടൈം ഫ്രെയിംസ് ഉണ്ട്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പർപ്പസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ മന്ത്ലി ടൈം ഫ്രെയിമാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിം ഇവിടെ ലെങ്ത് 24 കൊടുക്കുക. അതേപോലെ ഇതൊക്കെ നമ്മുടെ കളേഴ്സൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ട് സെറ്റിങ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫോൾട്ടിൽ സേവ് എസ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സേവ് എസ് ഡിഫോൾട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ അല്ലാത്തവർ അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. അതായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതേപോലെ ലൈൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് എപ്പോഴാണ് മാർക്കറ്റ് ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ ഒരു റെഡ് സോൺ ഉണ്ട്, യെല്ലോ സോൺ ഉണ്ട്, അതേപോലെ ഗ്രീൻ സോൺ ഉണ്ട്. ആ ഒരു ബൈയിങ് വരുന്ന റേഞ്ച് ഉണ്ട്. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇതേപോലെ കുറേ ടൂൾസ് കാണാൻ പറ്റും. അതിനകത്ത് താഴേക്ക് വരുമ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടോ, ജോമെട്രിക് ഷേപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. ജോമെട്രിക് ഷേപ്സ് ലെഫ്റ്റ് സൈഡിൽ ജോമെട്രിക് ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇത് പലർക്കും അറിയാവുന്ന നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഇത് സ്റ്റാർ ചെയ്യുക കേട്ടോ. റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ടൂള് സ്റ്റാർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർ അത് സ്റ്റാർ ചെയ്യുക. സ്റ്റാർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർ ചെയ്ത ടൂളെല്ലാം ഇതേപോലെ നമ്മുടെ സ്ക്രീനിൽ വരുന്നതായിരിക്കും. ഇതാണ് നമ്മളിപ്പോൾ സ്റ്റാർ ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ആൾറെഡി ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ മറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ടൂളായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ടൂള് നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ആഡ് ആയിട്ടുണ്ടാകും. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു ടൂളിൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് വരിക. താഴേക്ക് വന്നിട്ട് നമ്മൾ ഈ ROC എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട്
ഒന്നുകൂടെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. കണ്ടോ, താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഇൻഡിക്കേറ്ററിൽ ഈ ഒരു ടൂളിൽ, റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ടൂളിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതേ ഇതേപോലെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ടാബ് ഓപ്പണായി വരും. കണ്ടോ, സെറ്റിങ്സിൻ്റെ ടാബ് ഓപ്പണായി വരും. ഈ സെറ്റിങ്സിൻ്റെ ടാബിനുള്ളിൽ ഈ ഒരു സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ കാണാൻ പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഫസ്റ്റ് റെഡ് സോണാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യമേ റെഡ് സോൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, റെഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടെ എക്സ്റ്റെൻഡ് എന്ന് കൊടുത്തിരിക്കുന്നതാണോ, ഈ എക്സ്റ്റെൻഡ് എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് എക്സ്റ്റെൻഡ് ലെഫ്റ്റ്, എക്സ്റ്റെൻഡ് റൈറ്റ്, ഈ 2 ഓപ്ഷൻസ് നമ്മൾ ഓൺ ആക്കുക കേട്ടോ. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് രണ്ടും കൊടുക്കുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കോർഡിനേറ്റ്സിൽ പോവുക. കണ്ടോ, കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. കോർഡിനേറ്റ്സിൽ പോവുക. കോർഡിനേറ്റ്സിൽ ചെന്നതിന് ശേഷം ഇവിടെ ഞാൻ പറയുന്ന വാല്യൂസ് കൊടുക്കുക. അതായത് 80 എന്നതും അതേപോലെ 80 കഴിഞ്ഞതിന് ശേഷം ഇവിടെ 100 എന്ന് പറയുന്ന വാല്യൂവും കൊടുക്കുക. 80യും 100ഉമാണ് നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്. 80യും 100ഉം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് റെഡ് സോൺ കിട്ടി. ഇപ്പോൾ നമുക്ക് നമ്മുടെ റെഡ് സോൺ ഇവിടെ ആഡായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റെഡ് സോൺ ഇവിടെ ആഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി നമുക്ക് യെല്ലോ സോണാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. റെക്റ്റാങ്കിൾ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് വന്ന് ഒന്നുകൂടെ അവിടെ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത് ഇതേപോലെ ആയിരിക്കും. വന്നതിന് ശേഷം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കളറ് സ്റ്റൈലിൽ പോയതിന് ശേഷം കളറ് യെല്ലോ കൊടുക്കുക. യെല്ലോ ആണ് നമ്മൾ അടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, യെല്ലോ കൊടുക്കുക. യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ കോർഡിനേറ്റ്സിൽ പോവുക കേട്ടോ. കോർഡിനേറ്റ്സിൽ പോയിട്ട് ഇവിടെ നമ്പറിൽ നമ്മളവിടെ 50 കൊടുക്കുക. 50യും സെക്കൻഡ് നമ്പറായിട്ടുള്ള സെക്കൻഡ് നമ്മൾ പ്രൈസ് ചൂസ് ചെയ്യേണ്ട 60 ആണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. 60 ആണ് ചൂസ് ചെയ്യേണ്ടത്. 60 കൊടുക്കുക. 60 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ദേ ഇവിടെ നമ്മുടെ യെല്ലോ സോൺ ഇവിടെ വന്നതായിട്ട് കാണാം. ഇനി നമ്മൾ അടുത്തായിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഗ്രീൻ സോണിന് വേണ്ടി സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഈ പറയുന്ന റെക്റ്റാങ്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരിക. ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഇതേപോലെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഡ്രാഗ് ചെയ്തതിന് ശേഷം അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സെറ്റിങ്സ് പിന്നെ നമുക്ക് ലഭിക്കും. അവിടെ പോയി കഴിഞ്ഞിട്ട് കളറ് നമ്മൾ ഗ്രീൻ കൊടുക്കുക. ഗ്രീൻ സോണിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുക. ഇനി ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിനി നമ്പേഴ്സ് കൊടുക്കണം. ആ നമ്പേഴ്സ് കൊടുക്കുന്ന ഇവിടെ കൊടുക്കേണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ 10 എന്ന് പറയുന്ന നമ്പറും ഇവിടെ 10 കൊടുക്കുക. അതേപോലെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു -20 കൊടുക്കുക കേട്ടോ. ഇത് ഡിഫറൻസ് ആണ്. -20 കൊടുക്കുക. ഓക്കെ, -20 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുത്താൽ മതിയാവും. അപ്പോൾ 10 -20 എന്ന് പറയുന്ന നമ്പർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സോണുകൾ നമുക്കിവിടെ ലഭിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്ന ഫോളും മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും ഈ ഒരു അപ്സൈഡ് റാലികളൊക്കെ എങ്ങനെയാണ് ക്യാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ ഈ ഒരു ടൂൾ സഹായിക്കും എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കണ്ടു നോക്കുക. സിമ്പിളാണ്, ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് ഒരു ഗ്രീൻ സോണിൽ വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ ഏണിങ്സ് വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് അത് ഗ്രീനിലേക്ക് വരുന്നത്. അപ്പോൾ ഗ്രീനിൽ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ എല്ലായിടത്തും അത് 25 വർഷത്തെ ഡേറ്റ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1-2 വർഷത്തെ അല്ല, ലാസ്റ്റ് 24 ഇയേഴ്സിൻ്റെ ഡേറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് കാണാത്തവർ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പലപ്പോഴും ഇവിടെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത സോണ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ടോ, ഈ ഒരു ലോക്ക് ഐക്കൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ അബദ്ധവശാൽ നമ്മുടെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ലോക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കാരണം അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്യാൻ പറ്റും. അൺലോക്ക് ചെയ്യാൻ ഇതേപോലെ എടുത്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എനിക്കിത് ഞാനിത് മൗസിലോ മറ്റോ ഒക്കെ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് അബദ്ധവശാൽ മാറിപ്പോകത്തില്ല. അത് ചിലപ്പോഴൊക്കെ നമുക്ക് പല ഇൻഡിക്കേറ്റേഴ്സിലും ഇങ്ങനെ മാറിപ്പോകുന്നൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻഡിക്കേറ്റർ കംപ്ലീറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ലാസ്റ്റ് 25 ഇയേഴ്സിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, നിലവിൽ എങ്ങനെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അറിയായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയത്, ഇത് നിഫ്റ്റിയിൽ ഉപയോഗിക്കേണ്ട വാല്യൂ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മറ്റ് ഇൻഡെക്സിൽ ഉപയോഗിക്കാൻ ഉള്ളത്, അതായത് ഇത് സ്റ്റോക്കിൽ നമ്മൾ ഉപയോഗിക്കില്ല, സ്റ്റോക്കുകളിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ഉപയോഗിക്കുന്ന വാല്യൂസ് അല്ല ഇതെന്ന് പറയുന്നത്. ഇത് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് മറ്റ് ഇൻഡെക്സുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് പോലുള്ള ഇൻഡെക്സിലും ഉപയോഗിക്കാൻ പറ്റും. അത്തരം ഇൻഡെക്സുകളിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സെറ്റ് ചെയ്യണം, മറ്റ് ഇൻഡെക്സ് കൂടി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ വാല്യൂസ് അതെങ്ങനെയാണ് മറ്റ് ഇൻഡെക്സുകളിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ ലാസ്റ്റ് 25 ഇയേഴ്സിൻ്റെ ഡേറ്റ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.